വേറെ ഒന്നും പറയല്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ട്രിപ്പിൽ നമ്മൾ പോകുന്നത് വാഗമണ്ണിലേക്കാണ്. ഇതുണ്ടോ, അപ്പോൾ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. കോടയൊക്കെ ഇറങ്ങിയൊരു അടിപൊളി, ഒന്നും പറയാനില്ല. ഇതൊക്കെ ഇടില്ല വൈബ്. നമ്മൾ 5 പേരായിട്ട് കാറിനാണ് വന്നിരിക്കുന്നത്. ഹനുമാനെ, എങ്ങനെയുണ്ട്? മൂടെ എങ്ങനെയുണ്ട്? എടുത്ത ഒന്നും പറയാനല്ല, അടിപൊളി. ഓടനെ എങ്ങനെ ചെയ്ത് നോക്കടാ. തലിശേ, ഓണല്ലേ, അടിപൊളി. ഗൈസ്, ഒരു രക്ഷയില്ല, ഒരു അടിപൊളി സ്പോട്ട്, ഒന്നും പറയാനില്ല. നീലേ, സ്പോട്ട് എങ്ങനെയുണ്ട്? ഒന്നും പറയാനല്ലേ. ഇതെന്ത് കോട നോക്കടാ, അടിപൊളി. എങ്ങനെയുണ്ട് മൂട്? അടിപൊളിയല്ലേ? വേറെ പൊളി, ഒന്നും പറയല്ല. അതായത് നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു കിട്ടില്ല സ്പോട്ടാണ് ഇവിടെ ഉള്ളത്. വാഗമണ്ണിൽ പുള്ളിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സ്പോട്ടുള്ളത്. അടിപൊളി. സൈഡിൽ തേയിലത്തോട്ടമൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ. അവിടെ ജീസസ് ഫോർ ജെന്റിൽസ് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അതിൻ്റെ ഒരു ഫ്രണ്ടിലാണ് നമുക്ക് ഈ ഒരു വ്യൂ കിട്ടുന്നത്. ആ ഒരു ലാൻഡ് മാർക്ക് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സ്ഥലത്ത് ഈ ഒരു വ്യൂ ഉണ്ട്. അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ടും എല്ലാം ചെയ്യാൻ പറ്റിയൊരു വ്യൂ ഉണ്ട് ഇവിടെ. അടിപൊളി, ഫുള്ള് തേയിലത്തോട്ടം, നൈസായിട്ട് കോടയൊക്കെ ഇറങ്ങിയൊരു വ്യൂ ആണ് ഇവിടെ. ഗൈസ്, ഈ ഒരു സ്പോട്ടിൽ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം അത്ര അടിപൊളി സ്പോട്ടാണ്. ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യരുത് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് നിർത്തി നല്ല അടിപൊളി ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ശരിക്കും നോക്കി, തേയിലത്തോട്ടം, തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് പിള്ളേർ പിക്ക് എടുക്കാൻ കയറിയേക്കണേ. എങ്കിലും അട്ടേനാണോ നോക്കണോട്ടാ. എടാ അയന്മാനം തീരാ, അയന്മാനെ വെള്ളച്ചാട്ടത്തിലോട്ട് നൈസായിട്ട് പോയിട്ട് വരാം. ഗൈസ്, നമ്മൾ തേയിലത്തോട്ടത്തിൽ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാൻ നേരത്ത് ചെറിയൊരു അരുവിയൊക്കെ പോകുന്നുണ്ട് ഇവിടെ കൂടി. ഈ ഒരു സ്പോട്ടൊന്നും ആർക്കും അറിയില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഇത് മാപ്പിലും കാണിക്കില്ല ഈ ഒരു സ്പോട്ടൊന്നും. ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടമായതുകൊണ്ട് തന്നെ ഇത് മാപ്പിലൊന്നും കാണിക്കില്ലായിരുന്നു. ഓക്കെ, നൈസ് സ്പോട്ട്. അടിപൊളി. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് മുഖമൊക്കെ നനച്ചിട്ടൊന്ന് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനാണ്. അടിപൊളിയല്ലേ, ഒന്നും പറയാനില്ല. അടിപൊളി അടിപൊളി. കാണാൻ പറ്റുള്ള അപ്പുറത്ത് സൈഡ്
ഗൈസ് അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഇതുണ്ടോ ഈ നേരെ കാണുന്നതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന റിസോർട്ട്. വാഗമണ്ണാണ് സ്ഥലം. ഇതുണ്ടോ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നോക്കി ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ. ഈ കാണുന്ന വഴിയാണ് ഞങ്ങൾ വന്നത്. എന്നാലും ഇവിടെ നിന്ന് സൈഡിലായിട്ട് നമുക്ക് ഓഫ് റോഡ് കയറി പോകാനുള്ളൊരു റൂട്ടും കൂടി ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് തേയിലത്തോട്ടത്തിലൂടെ ജസ്റ്റ് ഇറങ്ങാം, അത്രയേ ഉള്ളൂ. അടുത്ത വൈബ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അത്ര അടിപൊളി വൈബ്. ഗൈസ് ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്ര അടിപൊളി വൈബാണ്. കാരണം ഇവിടെ നിന്ന് നമുക്ക് നല്ല ലോങ് വ്യൂവിൽ നമുക്ക് മലകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വീട്ടിലത്രയും കാണാൻ പറ്റില്ല, അത്രയും അടിപൊളി വ്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഇതുണ്ടോ വൈറ്റ് സ്റ്റോൺ കോട്ടേജസ് എന്നാണ് ഇതിൻ്റെ റിസോർട്ടിൻ്റെ പേര്. ഇനി ഞാൻ നിങ്ങൾക്ക് റിസോർട്ടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വന്ന വണ്ടി. നല്ല കാറ്റാണ് ഇവിടെ, അടിപൊളി മൂടാണ് ഇവിടെ നിൽക്കാനായിട്ട്. ഞാൻ അകത്തെ കാഴ്ചകളെ കാണിച്ചു തരാം. ഇത് റിസോർട്ടിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്നുള്ള വ്യൂ ആണ്. അടിപൊളി കേട്ടോ. ഇതിലെ ഓണല്ലേ തന്നെ തന്നെ ഇവിടുത്തെ റൂം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂമിന് ഒരു കുഴപ്പമില്ല. TV അങ്ങനെ എല്ലാ സാധനം സെറ്റപ്പും ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് വായിക്കാനായിട്ട് ബുക്സ് അങ്ങനെ എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. ഗൈസ് റിസോർട്ടിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊരു വ്യൂ ആണ് ഈ കാണുന്നത്. അടിപൊളി, ഒന്നും പറയാനില്ല. നേരെ ഡോർ ഓപ്പൺ ചെയ്ത് ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അടിപൊളി വ്യൂ. ഞാൻ നിങ്ങൾക്ക് ക്യാമ്പ് ഫയർ നടത്തുന്ന ഏരിയ കാണിച്ചു തരാം. ഇതാണ് ക്യാമ്പ് ഫയർ നടത്തുന്ന ഏരിയ. അതുപോലെ തന്നെ താഴെ നിറയെ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഈ റിസോർട്ടിൻ്റെ പേര് ശരിക്കും വൈറ്റ് സ്റ്റോൺ കോട്ടേജസ് അങ്ങനെയൊന്നും അല്ല എന്നിട്ടുണ്ട്. ഒരു ഹിൽ വ്യൂ അല്ലെങ്കിൽ ഹിൽ വാലി റിസോർട്ട് എന്നൊക്കെയാണ്. കാരണം അത്ര അടിപൊളി വ്യൂ ആണ്. നേരെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മലയിലേക്കുള്ളൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നത്. കണ്ടോ? ഇതുണ്ടോ? അതുപോലെ തന്നെ ഗ്രില്ലടിക്കാനുള്ള സ്പോട്ടെല്ലാം ഉണ്ട് ഇവിടെ. ഇതിലാണ് ഇന്നലെ രാത്രി ഞങ്ങൾ ഗ്രില്ലടിച്ച്. ഇതുണ്ടോ? ഇനി ഞാൻ കിച്ചൺ കാണിച്ചു തരാം നിങ്ങൾ.
അതുകൊണ്ട് ഇവിടെയാണ് കിച്ചൺ വരുന്നത്. ഔട്ട് സൈഡാണ് കിച്ചൺ. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഗ്യാസ്, സ്റ്റൗ, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഇതുണ്ട് റിസോർട്ടിൻ്റെ താഴെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അടിപൊളി. അതുപോലെ തന്നെ ഇതൊരു ബഡ്ജറ്റ് റിസോർട്ടാണ് കേട്ടോ ശരിക്കും. പിന്നെ ഓരോ സീസൺ വെച്ചിട്ട് റേറ്റ് മാറും, പക്ഷെ എന്നാലും ഒരു ബഡ്ജറ്റ് റിസോർട്ടാണിത്. ഗൈസ് വേറെ വൈബാണ് ഇവിടെ. നിങ്ങൾ എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റിസോർട്ടാണിത്. കാരണം നമ്മൾ നേരത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ എത്തി. തേയിലത്തോട്ടാണ് കാണുന്നത്. ഇതുണ്ടോ താഴെ 1-2 ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ റിസോർട്ടിൽ വരുമ്പോൾ നിങ്ങൾ ഫുഡും കാര്യങ്ങളെല്ലാം കുറച്ച് മുമ്പേ വാങ്ങിച്ച് വെക്കണം. കാരണം ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തെ നല്ലൊരു ഫുഡ് കഴിക്കാനുള്ള ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒരു 500 മീറ്റർ അപ്പുറത്ത് ഒരു ചെറിയ വെള്ളം വാങ്ങിക്കാനുള്ള കടയൊക്കെ ഉണ്ട്. അല്ലാതെ ഒരു 4 കിലോമീറ്റർ അപ്പുറത്തെ നല്ലൊരു ഫുഡും ഇതൊക്കെ നമുക്ക് കഴിക്കാനുള്ള സ്ഥലങ്ങളുള്ളൂ. അതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ നേരത്തെ വാങ്ങിക്കണം എല്ലാവരും. പിന്നെ ഈ കാടും മലയൊക്കെ കടന്ന് നമ്മൾ ഈ ഒരു മലയുടെ പൊക്കത്ത് വന്ന് സ്റ്റേ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, നമുക്കൊരിക്കലും വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റിയിലോ ഒന്നും ഇതിനെ കിട്ടില്ല. കാരണം അത്ര അടിപൊളി ഫീലാണ്. അതിൻ്റെ ഒരു ഫീൽ വേറെ തന്നെയാണ്. ശരിക്കും എനിക്കൊരു ഡ്രോൺ വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ട് ഇവിടുന്ന്, പക്ഷെ നമ്മുടെ അടുത്ത് ഡ്രോൺ ഇല്ലാതായിപ്പോയി. അതുപോലെ തന്നെ ഒരു ഓഫ് റോഡ് ഉണ്ട് ഇവിടെ കൂടി. നമുക്ക് നൈസായിട്ട് തേയിലത്തോട്ടത്തിലൂടെ പോകാൻ പറ്റിയൊരു ഓഫ് റോഡാണ്. ഇവിടെ എന്നാലും വെറുതെ കിട്ടില്ല വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് റിസോർട്ടിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്കിവിടെ പോകാൻ പറ്റില്ല, ശരിക്കും താഴെയാണത്. ഞാൻ ശരിക്കും ഒരു നേച്ചർ വൈബ് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ റിസോർട്ടിലൂടെ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. കാരണം അത്ര അടിപൊളിയാണ് നേച്ചർ. ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല, അത്ര അടിപൊളിയാണ്. എല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഗൈസ് സത്യം പറഞ്ഞാൽ ഇവിടെ പോകാൻ തോന്നുന്നില്ല, അത്ര അടിപൊളി വൈബാണ് ഇവിടെ കിട്ടുന്നത്. ഇത് നോക്കി, ഇവിടുത്തെ വ്യൂ നോക്കി, അടിപൊളി. ഗൈസ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ട്രാവൽ ഡെസ്റ്റിനേഷൻ എന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.